നമസ്കാരം, ഞാൻ സിജോ തിരുവപ്പുഴ. വെൽക്കം ടു മൈ ചാനൽ സോൾ ബിയോണ്ട് ദ ടൈം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജിയോ പൊളിറ്റിക്സിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ കാര്യങ്ങളിലും വിദേശ നയങ്ങളിലും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെക്കുറിച്ചും, എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്, അതിൽ ഇലക്ഷൻ അട്ടിമറിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഭരണങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും സംസാരിക്കാനാണ്. ഇതിനെല്ലാം പുറകിൽ മെയിനായിട്ടുള്ളത് അവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങളും അവരുടെ മൊണോപ്പൊളി നിലനിർത്തുക എന്നുള്ള താല്പര്യങ്ങളുമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജമ്മു കാശ്മീരിൽ നമ്മൾ ഈയിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായത് ലിഥിയം ഡിപ്പോസിറ്റ് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളത്. ഈ ലിഥിയം ഡിപ്പോസിറ്റ് ഇത്രയുള്ള ഒരു സ്ഥലത്ത് അതിനുള്ള ഖനനം നടത്താനുള്ള ഒരു പ്രക്രിയ തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ലഡാക്ക് മേഖലയിൽ ഇവിടെ ഖനനം നടത്തുന്നതിനെതിരെ ഒരാൾ സത്യാഗ്രഹം ഇരിക്കുകയും ഒരു 40-40ഓളം ദിവസം സത്യാഗ്രഹം ഇരിക്കുകയും അദ്ദേഹത്തിന് ഒരു ഇന്റർനാഷണൽ അവാർഡൊക്കെ കൊടുക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ഈ ലിഥിയം ഡിപ്പോസിറ്റ് അവിടെ ഉള്ളത്, അതിന്റെ ഖനനം തടയുക, അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലും ലഡാക്കിലും സമാധാനം ഉണ്ടായതിന്റെ പേരിൽ അവിടെ ഈ തരത്തിലുള്ള ഖനന പ്രക്രിയകളും, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖല എന്നുള്ള നിലയിലും അവിടെ നടക്കുന്ന ഏതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും തടയുക എന്നുള്ളതും ചിലരുടെ സ്ഥാപിതമായ താല്പര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാശ്മീരിൽ സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ലിഥിയം ഡിപ്പോസിറ്റ് ഉള്ളത് നമ്മളത് ഖനനം ചെയ്തെടുക്കുകയും ആ രാജ്യത്തിന് ഗുണകരമാവുകയും ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അടുത്ത കാലത്ത് ജമ്മുവിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നത്. ഇപ്പം അതായത് ഏറ്റവും കൂടുതൽ ഡിപ്പോസിറ്റ് കണ്ടെത്തിയ ജമ്മുവിലാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശ് എത്ര പെട്ടെന്ന് ബംഗ്ലാദേശ് ഒരു കലാപം ഉണ്ടാകാനും അതിന് പുറകിൽ അമേരിക്ക എന്നൊരു രാജ്യവും അവരുടെ സാമ്പത്തികമായ ഒരു സപ്പോർട്ടും ഒക്കെ ഏതൊക്കെ തരത്തിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഇന്റർനാഷണൽ പോളിസികൾ, പല പോളിസികൾ, അവരുടെ മോണോപ്പൊളി എന്നുള്ളതിനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ചോദ്യം ചെയ്യുകയും ഇന്ത്യ സ്വന്തമായ വിദേശ നയം അല്ലെങ്കിൽ സ്വതന്ത്രമായ വിദേശ നയം സ്വീകരിക്കുകയും ചെയ്തത് അതിനിഷ്ടപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ 4 മൂലയിലും പ്രശ്നം ഉണ്ടാക്കുകയും ഇന്ത്യനെ ഇന്റേണലി ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. അതാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത്. പക്ഷെ അതിനപ്പുറം ബംഗ്ലാദേശും അതേപോലെ തന്നെ ബംഗാൾ ഉൾപ്പെടുന്ന മേഖലകളിലും നമ്മൾ വ്യാപകമായി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു റിസർവ്സ് ഉള്ളതായിട്ട് ഒരു പഠനം നടക്കുകയും ആ റിസർവ്സിനെ കുറിച്ച് അത് ഖനനം ചെയ്യാനുള്ള പ്രക്രിയ ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങുകയും ചെയ്തു. ഇതിനെല്ലാം ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെ പോർട്ട് പോലും ഇന്ത്യ കൈവശമാക്കിയത്. അതായത് പാട്ടത്തിനെടുത്തിട്ടുണ്ടോ ബംഗ്ലാദേശിലെ ഒരു പോർട്ട് കഴിഞ്ഞ ഗവൺമെന്റ്, അതെന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും മേഖലകൾ ഉൾപ്പെടുന്ന ഒരു ബേസിനിൽ അവിടെ വ്യാപകമായി പെട്രോളിയം റിസർവ്സ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കാര്യം. അതായത് പലരും ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഓഷ്യനിലും അതേപോലെ തന്നെ ഇന്തോനേഷ്യയുടെ സൈഡിലും ഒക്കെ ഓൾറെഡി താവളങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എന്തിനാണ് ബംഗ്ലാദേശിലുള്ള ഒരു സെന്റ് മാർട്ടിൻ ഐലൻഡ്, ഒരു ചെറിയ തുരുത്തോളം വരുന്ന സെന്റ് മാർട്ടിൻ ഐലൻഡ് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് പലരും ഒരു ഡിഫൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിലോട്ട് നമ്മൾ കൂടുതൽ ചകഞ്ഞു പോകുമ്പോഴാണ് ഈ ഓയിൽ റിസോഴ്സിനെ കുറിച്ചും ഇത് ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങുകയും അതേപോലെ തന്നെ ബംഗ്ലാദേശ് ഈ ഖനനത്തിനുള്ള ടെൻഡർ വിളിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം അതിനുള്ള ടെൻഡർ വിളിക്കുകയും അമേരിക്കൻ കമ്പനി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെൻഡർ പ്രകാരമായിരിക്കും പാർട്ടിസിപ്പേഷൻ എന്ന് നിലവിലെ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം, ബംഗ്ലാദേശിന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആണ് ഇവരുടെ എല്ലാം ലക്ഷ്യം നിലയിൽ. അതേസമയം ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ബംഗാളിനെ അത് ബാധിക്കുമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ബംഗാളിലെ ഇന്ത്യ ഖനനം ചെയ്തെടുക്കാൻ പോകുന്ന പെട്രോളിയം റിസോഴ്സിനെയും അത് അവിടെ ഉണ്ടാകുന്ന ഏതൊരു തരത്തിലുള്ള കലാപങ്ങളും ബാധിക്കും എന്നുള്ളതുകൊണ്ടും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് സ്ലോ ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ടും ഇന്ത്യ സ്റ്റിൽ വിദേശ രാജ്യങ്ങളെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് അവിടെ കലാപം നടത്തുന്നതിന്റെ ഒരു കാരണം. എല്ലാ കാരണവും അതാണെന്നല്ല പറയുന്നത്, അതിലെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതാണെന്നാണ് ഇപ്പൊ നിലവിലെ ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അപ്പം ഇതിന് നമ്മൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടിരുന്നത്, അതായത് പലരും
രസകരമായി പറയുന്നതാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ കുറെ കാലം കയറി, അതിനുശേഷം അമേരിക്ക കയറി. അതിൽ ഒരു 20 വർഷത്തോളം അമേരിക്ക അവിടെ താലിബാനുമായിട്ട് യുദ്ധം നടത്തി. അപ്പം ഈ ഒരു ചെറിയൊരു പീസ് ഓഫ് ലാൻഡ്, അത് ഫുള്ളി ലാൻഡ് ലോക്ഡ്, അത്രയും പീസ് ഓഫ് ലാൻഡിൽ ഇവർ ഇത്ര കോടിക്കണക്കിന് രൂപ ഇറക്കി കഴിയുമ്പോൾ അവരുടെ ലാഭം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ജിയോ പൊളിറ്റിക്സിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള വശത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് അവിടെ അഫ്ഗാനിസ്ഥാനിൽ റെയർ എർത്ത് മെറ്റൽസ് ഇൻക്ലൂഡിങ് സ്വർണ്ണം ഉൾപ്പെട്ട വസ്തുക്കൾ ഖനനം ചെയ്യുകയും അതേപോലെ തന്നെ പോപ്പി കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വരുമാനം പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് മയക്കുമരുന്നിൻ്റെ ഒക്കെ ഒരു സെൻ്ററായിട്ട് മാറിയിരുന്നു. അതിലുള്ള റെയർ എർത്ത് മെറ്റൽസ് വിദേശ രാജ്യങ്ങൾ അതിലോട്ട് കൈകടത്തുകയും അതിൻ്റെ കരാറുകൾ അവരുടെ കമ്പനികൾക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ നടക്കാൻ പോകുന്ന അമേരിക്കൻ കമ്പനി ബംഗ്ലാദേശിൻ്റെ ഓയിൽ റിസോഴ്സിന് മുകളിലുള്ള ഒരു കൈകടത്തൽ ആദ്യം താമസിക്കാതെ ഉണ്ടാകും. അതിനുള്ളൊരു ബേസായിട്ട് ഉപയോഗിക്കാനാണ് അവർ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പലരും ചോദിക്കും, എന്താണ് മണിപ്പൂർ അല്ലെ എന്താണ് നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നത്? നോർത്ത് ഈസ്റ്റിൽ നടക്കുന്നത് പ്രൈമറി ആയിട്ട് നമുക്ക് ഒരു ഒപ്പിയം വാർ എന്ന് വേണേൽ പറയാൻ പറ്റും. അതായത് പണ്ട് തായ്ലൻഡ് ഒക്കെ ഉൾപ്പെടുന്ന മേഖലയുള്ള ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇഷ്ടം പോലെ ഒപ്പിയം കൾട്ടിവേഷൻ ഉണ്ടായിരുന്നു. അത് വിദേശ രാജ്യങ്ങളോട്ട് കടത്തിവിടുകയും അവർ കോടിക്കണക്കിന് പണം സമ്പാദിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു ചെറിയ മാറ്റം വരികയും നിലവിൽ മണിപ്പൂരിന്റെ ചില വനമേഖലകളിലും അതേസമയം മ്യാൻമാറിന്റെ ചിൻ ഗ്രൂപ്പുകളുള്ള വനമേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഒപ്പിയം കൾട്ടിവേഷൻ നടക്കുന്നത്. അതൊക്കെ പൂർണ്ണമായിട്ടും തന്നെ നിയന്ത്രിക്കുന്നത് ഈ അവിടെയുള്ള ഒരു കൺസോർഷ്യം പോലെ, അതായത് ഡ്രഗ് കാർട്ടൽ പോലെ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളാണ്. അവർക്ക് വിദേശ സഹായവും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ കൾട്ടിവേഷന്റെ പേരിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളും ആ ഗോത്ര പ്രശ്നങ്ങളാണ് അവിടെ പ്രൈമറിലി ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം പുറകിൽ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ മണിപ്പൂർ ഉൾപ്പെടുന്ന നോർത്ത് ഈസ്റ്റിൽ ഗോൾഡ്, അതേപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ റെയർ എർത്ത് മെറ്റൽസിന്റെ എല്ലാം വ്യാപകമായിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് ഉള്ളതായിട്ട് ഒരു പഠനം നടത്തുകയും ഓൾറെഡി ഇന്ത്യ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യുകയും അത് കണ്ടം ചെയ്തെടുക്കാനുള്ള പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, അവിടെ പരിസ്ഥിതിവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അധികം താമസിക്കാതെ പുതിയ പുതിയ ആശയങ്ങൾ പൊങ്ങി വരികയും അതേപോലെ സമരങ്ങൾ നടക്കാനും ഒക്കെ പോവുകയാണ്. കാരണം ഇതൊക്കെ ഡിപ്പോസിറ്റ് എല്ലാം എടുക്കുകയാണെങ്കിൽ അതൊരു രാജ്യത്തിന്റെ എക്കണോമിക്കൽ സ്ലോ ഡൗൺ തടയാൻ പറ്റുവാണെങ്കിൽ എക്കണോമിക്കൽ സ്ലോ ഡൗൺ ഉണ്ടാവുകയും ഇൻ കേസ് ഡിപ്പോസിറ്റ് നമുക്ക് ഖനനം ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ രാജ്യം സാമ്പത്തികമായി പുരോഗമിക്കുകയും ചെയ്യും. അപ്പം അത് പലരും താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് കയ്യിലാക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റിൽ. അപ്പം അതേപോലെ തന്നെ പല മേഖലകൾ, അതായത് ലോകത്തിന്റെ ഏതൊരു മേഖലയിലും നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ തന്നെ മിഡിൽ ഈസ്റ്റ് നോക്കുക. മിഡിൽ ഈസ്റ്റിൽ ഈ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം വന്നത് എന്താണെന്ന് വെച്ചാൽ സിയൂസ് കനാൽ വരെ ഇന്ത്യയിലോട്ട് എത്താനുള്ള ഒരു പാതയായിട്ടാണ് ഇവർ ഈ അറേബ്യനെ കണ്ടത്. അറേബ്യന്റെ ആ സിയൂസ് കനാൽ വഴി ഇന്ത്യയിലോട്ട് എത്തിക്കൊണ്ടിരുന്ന കപ്പൽ പാത തുടക്കത്തിൽ അവർ നിയന്ത്രിച്ചു. അതിനുശേഷം 1900-ന്റെ തുടക്കത്തിൽ ഇറാനിൽ ഇവര് ഓയിൽ റിസേർവ്സ് കണ്ടെത്തി. ഇറാനിൽ കണ്ടെത്തിയ ഓയിൽ റിസേർവ്സ് ബ്രിട്ടീഷുകാർ അതേപോലെ ഇറാനിയനായിട്ടുള്ള ഗവൺമെന്റുമായിട്ടുള്ള ഒരു കൺസോർഷ്യം അത് റിസർവ് കുഴിച്ചെടുക്കാൻ ശ്രമിക്കും. ആ തുടങ്ങിയ കമ്പനിയാണ് പിന്നെ ബ്രിട്ടീഷ് പെട്രോളിയം എന്നൊക്കെ പറഞ്ഞ് മാറിയത്. അമേരിക്ക അതിനുശേഷം, അതായത് ബ്രിട്ടൻ ശക്തി നശിക്കുകയും അതേപോലെ തന്നെ അവർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർ പല രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി നിർബന്ധിതമാകുകയും ചെയ്ത സമയത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ഇൻഡസ്ട്രി നിയന്ത്രിക്കാൻ തുടങ്ങി. അമേരിക്കയ്ക്കൊപ്പം ഫ്രാൻസുമുണ്ട്. അപ്പം ഇപ്പോഴും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഗോത്രങ്ങളായിട്ടും അറബ് നാഷണലിസ്റ്റ് എന്നുള്ളതൊന്ന് അവിടെ വളരാതെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വീടിച്ചിരിക്കുന്നതും ഐസിസ് പോലുള്ള തീവ്രവാദ സംഘടന അവിടെ വളരെ വ്യാപകമായി നിൽക്കുന്നതും ആ നാട്ടിലെ ജനങ്ങൾ അതുപോലെ കഷ്ടപ്പെടുന്നതും എല്ലാം പ്രധാന കാരണം അവിടുത്തെ റിസോഴ്സ്, അതായത് നാച്ചുറൽ റിസോഴ്സസ് തട്ടിയെടുക്കാനും അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് സാമ്പത്തികമായി ഉപയോഗിക്കാനുള്ള മറ്റു ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങളുമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും പെട്രോളിന് പകരമായിട്ട് ഡോളർ മാത്രമേ സ്വീകരിച്ചിരുന്നുള്ളൂ. ഇപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മൾട്ടിപോളർ വേൾഡിലോട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മേധാവിത്വം നശിച്ചു പോവുക എന്നുള്ളൊരവസ്ഥയിലോട്ട് വരുന്നതുകൊണ്ടാണ് ലോകത്തിന്റെ പല കോണുകളിൽ, അതായത് നിങ്ങൾ നോക്കിക്കുക, ഉക്രൈനിൽ പ്രശ്നമുണ്ടായി. ഉക്രൈൻ്റെ ഓയിൽ റിസേർവ്സും അതേപോലെ തന്നെ അഗ്രികൾച്ചർ ലാൻഡ് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 60% അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ കമ്പനികളുടെ കയ്യിലായി.
അതേപോലെ തന്നെ ഇപ്പം ബംഗ്ലാദേശിന്റെ ഓയിൽ റിസർവ്സ് ഓൾമോസ്റ്റ് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. നിലവിൽ പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങളിൽ ഓയിൽ റിസർവ്സ് ഉണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഇറാനിൽ ഇപ്പൊ ഐസിസിന്റെ ആക്രമണം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഒരു ലോകത്തെ മൊത്തം തകർക്കാൻ ശക്തിയുള്ള ഒരു രാജ്യമൊന്നുമല്ല, ഒരു വലിയ രാജ്യമാണ്. പക്ഷേ ഇറാന്റെ ചില മേഖലകളിൽ ശക്തമായ ആക്രമണം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രശ്നം ഉണ്ടാകുന്ന മേഖലകളിൽ അവിടെയെല്ലാം മിക്കവാറും നല്ല ഓയിൽ റിസോഴ്സ് കാര്യമായിട്ടുള്ളതാണ്. അതായത് എണ്ണ ഉൽപ്പന്നങ്ങൾ അവിടെ എൻ്റെ റിസോഴ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബലൂചിസ്ഥാനിന് അപ്പുറത്തോട്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രവിശ്യക്ക് അപ്പുറത്തോട്ടുള്ള സൈഡ്, അതായത് ഇവരിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇറാനിലുള്ള ഷിയാകൾ, അത് രണ്ട് വിഭാഗമുണ്ട്. ഇതിലൊന്ന് പേർഷ്യൻ ആയിട്ടുള്ള ഷിയാസും, ഒന്ന് അറേബ്യൻ വംശജരായ ഷിയാസുമാണ്. ഈ അറേബ്യൻ വംശജരായ ഷിയാസ് ഉള്ള മേഖലകളിലാണ് ഈ ഓയിൽ റിസോഴ്സ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഇറാനെ അങ്ങനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നതും ആ മേഖലകളിൽ ആയുധവും പണവും എത്തിച്ചു കൊടുത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ള രാജ്യങ്ങളൊന്നാണ് വെനിസ്വേല. ഈ പറയുന്ന വെനിസ്വേലയുടെ ഓയിൽ റിസർവ്സ് അവർക്ക് സാമ്പത്തികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല, അവർക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കാര്യമായിട്ട് ഇറക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അമേരിക്കൻ ഉപരോധമാണ്. എന്താണ് അമേരിക്കയ്ക്ക് വേണ്ടത്? അമേരിക്കൻ കമ്പനികളിൽ അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും കൊള്ള ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിന് ലോകത്ത് എവിടെ വേണേലും ഓയിൽ വിൽക്കാൻ പറ്റും. ചെറിയൊരു വിഹിതം പണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് കൊടുത്ത പോലെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും നടക്കാതെ ആ രാജ്യത്തെ തളർത്തിയിട്ടേക്കുന്നു. അതായത് അത്ര സാമ്പത്തികമായിട്ട് ഉയർന്നു പോകേണ്ട രാജ്യത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനേകായിരം പേരെ പട്ടിണിക്കിട്ടേക്കുന്നത്. അതായത് ആ രാജ്യത്തിന്റെ ഓയിൽ റിസർവ്സ് ലോകത്ത് എവിടെയും വിൽക്കാനുള്ള അനുവാദമില്ല, ഉപരോധമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ കമ്പനികളിൽ അവിടെ മുതൽ മുടക്കേണ്ട നമ്മുടെ ലാഭവിഹിതം ഇതുവരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈയിടെ റഷ്യയുമായിട്ട് നമ്മൾ ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്ക പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, നമ്മൾ വെനിസ്വേലയിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടല്ലോ, അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത്, റഷ്യൻ എണ്ണ ഒഴിവാക്കുക. അപ്പം ഇതിലെല്ലാം ഇവർ കാണുന്നത് ഇവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങളാണ്. അതായത് റഷ്യ പൂർണ്ണമായിട്ടും ഡീഡോളറൈസ്ഡ് എക്കണോമിയാണ്. അപ്പം അവരെ ഡിപ്പെൻഡന്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് നടക്കുന്ന ഏതൊരു പ്രശ്നത്തിനും, അതായത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഈ വിദേശ രാജ്യങ്ങൾ ഇടപെടുന്നതന്നെ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ്, അതായത് ലോകത്തെ 7 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ത്യയും ചൈനയും കൂടെ കൂടിക്കഴിഞ്ഞാൽ 7ൽ 3 അതായത് 7 പേരിൽ 3 പേര് ഈ പറയുന്ന 2 രാജ്യങ്ങളിലൊന്നാണ്. പിന്നെ അതിനൊപ്പം ഇന്ത്യയുടെ മാർക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. പർച്ചേസിങ് പവർ ഉള്ള മാർക്കറ്റാണ്. ഒരു മാർക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് പർച്ചേസിങ് പവർ ഉണ്ടാവും. അപ്പം ഇവര് യാതൊരു തത്വദീക്ഷയില്ലാത്ത ബിസിനസ് തന്ത്രങ്ങളാണ് ഇവർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി US ഭരണം നിയന്ത്രിക്കുന്ന ഡെമോക്രാറ്റ്സുകളെ മുമ്പിൽ നിർത്തി കളിക്കുന്ന US ഡീപ് സ്റ്റേറ്റ്, അതേപോലെ 5i രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതേപോലെ തന്നെ കാനഡ, ഈ പറയുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ മാർക്കറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ വിലപേശൽ ശക്തി. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വിഘടനവാദം വളർത്തിക്കൊണ്ട് വരികയും അതിനുവേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുകയും, അല്ലെങ്കിൽ ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ കുറയ്ക്കുകയും ഒക്കെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഫ്രീ ബീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ഭരണത്തിൽ കയറിയ 2 വർഷത്തിനുള്ളിൽ സംസ്ഥാന ഖജനാവ് കാലിയാക്കുകയും ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ചില സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയാണ്. കേരളത്തിൽ തന്നെ നമുക്ക് അറിയാം, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായി എപ്പോഴും നിലനിൽക്കേണ്ട, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പാപ്പരത്തരമാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ കർണാടകത്തിലാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് സ്റ്റേറ്റ് ആയ കർണാടകത്തെ പോലെയുള്ള ഒരു സ്ഥലം 2 വർഷം അല്ലെ 1.5 വർഷം ഭരിക്കുമ്പോഴത്തേക്കും, പ്രതിപക്ഷം ഭരിക്കുമ്പോഴത്തേക്കും സാമ്പത്തികമായി തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നീട് ഒരു അജണ്ട ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇപ്പം
നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സൗത്ത് ഇന്ത്യയിലെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായും അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിയായിട്ടൊക്കെ ചർച്ചയ്ക്ക് പോയി. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫ്രീ കൊടുത്ത് ഒരു സംസ്ഥാനം ഒടിച്ച് സംസ്ഥാനം താറുമാറാക്കിയ കുട്ടിച്ചോറാക്കിയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ ഒരു മുഖ്യമന്ത്രി നേതൃത്വത്തോട് പറഞ്ഞത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതായത് അനാവശ്യമായിട്ട് വാഗ്ദാനങ്ങൾ കൊടുക്കുകയും നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞതും അതിന് എതിരായിട്ട് ആണ് ഇപ്പോൾ ചർച്ചകളും ഒക്കെ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാനങ്ങൾ സാമ്പത്തികമായിട്ട് തകരുമ്പോൾ രാജ്യം സാമ്പത്തികമായിട്ട് തകരും. രാജ്യം സാമ്പത്തികമായിട്ട് തകരുമ്പോൾ 5 ട്രില്യൺ 10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയമായ ഒരു താല്പര്യങ്ങളും ദേശീയ മോഹങ്ങളും ഉണ്ട്. അതായത് നമുക്ക് 10 ട്രില്യൺ എക്കണോമി ആവണമെന്ന് രാജ്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനങ്ങളുടെ ഒരു പെർഫോമൻസും കൂടെ അതിലുണ്ടേ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതുപോലത്തെ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ കയറുന്നവർ ഒരു 1.5 കൊല്ലം അല്ല 2 കൊല്ലം ഭരിച്ച് അത് തകർക്കും. അപ്പം പറഞ്ഞു വരിക എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മാർക്കറ്റിന്റെ പവറിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് അവർക്ക് വേണം. ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ റിസോഴ്സസും അതേപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് പർച്ചേസും അല്ലെ ഇന്ത്യയുടെ ഡിഫൻസ് കയറ്റുമതി എല്ലാം അവർ പറയുന്നതനുസരിച്ച് മാത്രമായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള മേധാവിത്വങ്ങൾക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക എന്നുള്ളതിൻ്റെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഉദാഹരണമാണ് ഈയിടെ ഓസ്ട്രേലിയയുമായിട്ട് ഇവരൊരു കരാറിലെത്തുകയും ഓസ്ട്രേലിയ ഇവരുടെ ഒരു അലയായി മാറുകയും ചെയ്തു. പൂർണ്ണമായി തന്നെ അവർക്ക് അടിമപ്പെട്ടു എന്നുള്ള ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പം ഓസ്ട്രേലിയയിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് ഡ്രോൺസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കരാറുകളുടെ ഭാഗമായിട്ട് ആ കമ്പനി എല്ലാവിധ റിസർച്ച് വർക്കുകളും നിർത്തിവെക്കുകയും ആ കമ്പനിയുടെ അത്തരം ഡ്രോൺസിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയും ചെയ്തു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഡിഫൻസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് തരും, നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല, ആ ഒരു മേഖല ഞങ്ങൾ നിയന്ത്രിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലെ അവരുടെ ആഗ്രഹത്തിലോട്ടൊക്കെയാണ് അവർക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നാറ്റോയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സ് കൊടുക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. പല രാജ്യത്തോടും നമ്മൾ ഡിഫൻസ് എക്യുപ്മെന്റ്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നടത്തുന്ന ഓരോ കച്ചവടവും വേറെ ചിലരുടെ നഷ്ടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നഷ്ടങ്ങൾ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മളോട് പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ കമ്പനികളുടെ കനത്ത മേധാവിത്വം ഉണ്ടാകുന്ന ഫാർമ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് ഇന്ത്യ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് കൂട്ടി വായിക്കേണ്ട പല കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഇന്ത്യ ലോകത്തുള്ള എല്ലാ പോർട്ടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, അല്ലെ ചില പോർട്ടുകൾ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ ആഫ്രിക്കയിലെ പോർട്ടുകൾ ഏറ്റെടുത്തു, അതേപോലെ തന്നെ ശ്രീലങ്കയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, എന്തിന് ഇസ്രായേലിലെ ഹൈഫ പോർട്ട് വരെ അദാനിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. അപ്പം ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് അമേരിക്ക ആയിരുന്നു കടലിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളുമായിരുന്നു കടലിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ കടലിൽ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ലോകം മൊത്തമുള്ള കടലിൽ നിയന്ത്രിക്കാനുള്ള നേവലായിട്ടുള്ള കപ്പാസിറ്റി നിലവിലില്ല. അവർക്ക് നേവൽ കപ്പാസിറ്റി വളരെ ഷോർട്ടാണ് ഇപ്പം നിലവിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ സൗത്തിന്റെ ഒരു ഏരിയ നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, UAE ഹൈഫ പോർട്ട്, അതേപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട്, ശ്രീലങ്കയിലെ പോർട്ട്, ബംഗ്ലാദേശിലെ പോർട്ട്, അതേപോലെ തന്നെ ഇന്തോനേഷ്യയിലും ബ്രൂണയിലും ഒക്കെ പോർട്ടിന് വേണ്ടിയുള്ള കരാറുകൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല, അതായത് ആ മേഖല നമ്മൾ അതിലുള്ള കച്ചവടവും അതുപോലെയുള്ള നേവലായിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ മേഖലകളിൽ കുറേ വർഷങ്ങളായിട്ട് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പലർക്കും ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ അവർ പറയുന്ന പോലെ കേൾക്കുക, അല്ലെ അവരുടെ പപ്പറ്റ് ഗവൺമെന്റ്സിനെ ഇവിടെ നിർത്തുക, ഭരണത്തിൽ കൊണ്ടുവരിക, അതിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കിയെടുക്കുക എന്നുള്ള അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിലവിൽ എനിക്ക് ഒരു ഇന്ത്യക്കാരോട് എല്ലാവരും പറയാനുള്ളത്, നമ്മുടെ രാജ്യം നിലനിൽക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാനും നമ്മളൊരു സാമ്പത്തിക ശക്തിയാകാനും നമ്മൾ ഓരോരുത്തരും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു
ബുദ്ധി കാണിക്കുകയും അതേപോലെ തന്നെ നമ്മൾ വളരെ പഠിച്ചും ബോധപൂർവവും ഇലക്ഷൻ വോട്ട് ചെയ്യുകയുമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം തകർക്കാൻ വളരെ ശക്തമായ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വീണു പോകാതിരിക്കാൻ ഓരോരുത്തരും സ്വയം ബോധവാന്മാരാകുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. താങ്ക് യു.